എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വർജ്യഭൂമിയെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത്. പിന്നെ ഭൂമിയുടെ വർഗീകരണം, ഉദാഹരണത്തിന് ഈ ഭൂമിയുടെ ആ ഷേപ്പ് കൊണ്ട്, നേരത്തെ വികൃതമായ ഷേപ്പാണ് പറഞ്ഞത്, ഇപ്പോൾ ഉയർച്ച താഴ്ചകളെ കൊണ്ടോ അതിൻ്റെ ദീർഘവിസ്താരങ്ങളെ കൊണ്ടോ ചില ഉത്തമം, മധ്യമം, അധമമായിട്ടുള്ള ഭൂമി വർഗീകരണം. അതിൽ നാഗപൃഷ്ഠം എന്നൊരു ഭൂമിയുണ്ട്, ഗജപൃഷ്ഠമുണ്ട്, ദൈത്യപൃഷ്ഠമുണ്ട്, കൂർമ്മപൃഷ്ഠമുണ്ട്. നാലെണ്ണം. ഇതൊക്കെയാണ് നാഗപൃഷ്ഠം, ഗജപൃഷ്ഠം, ദൈത്യപൃഷ്ഠം, കൂർമ്മപൃഷ്ഠം. അതിൽ നാഗപൃഷ്ഠം എന്ന് പറഞ്ഞാൽ ചതുരമായിട്ടുള്ള ഭൂമി, വളരെ ദീർഘമായിട്ടുള്ളതും അത് കിഴക്ക് പടിഞ്ഞാറ് ദീർഘമായിട്ടുള്ളതും വടക്കും തെക്കും ഉയർന്നിരിക്കുന്നതായിട്ടുള്ള ഭൂമി നാഗപൃഷ്ഠം. മോശമാണ്, അങ്ങനെയുള്ള ഭൂമി എടുക്കാൻ പാടില്ല. അതിൽ ഗജപൃഷ്ഠം എന്ന് പറഞ്ഞാലോ അതിൻ്റെ വടക്ക് കിഴക്കും താഴ ഭൂമിയാണ് ഗജപൃഷ്ഠം. വളരെ വിശേഷമാണ്, അഭിവൃദ്ധിയാണ്, ഐശ്വര്യമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ദൈത്യപൃഷ്ഠം എടുക്കാൻ പാടില്ല. അപ്പം എന്താ, അവിടെ പടിഞ്ഞാറ് താഴ്ന്ന് തെക്ക് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി, നേരെ ഓപ്പോസിറ്റ്. പിന്നെ കൂർമ്മപൃഷ്ഠം എന്ന് പറഞ്ഞാൽ നടുവ് കുറച്ച് ഉയർന്നും എല്ലാ വശത്തേക്കും താഴ്ന്നും, അങ്ങനെയല്ലേ ആമയുടെ പുറം നോക്കൂ, ബാക്കി എല്ലാ വശത്തേക്കും ചെറിയതായിട്ട് താഴ്ന്നിരിക്കുന്ന ഭൂമി. അത് മധ്യമമായിട്ട് എടുക്കാം, അതിന് ഷേപ്പ് കൊണ്ട്. പിന്നെ ഉള്ളത് ഗോവീധി എന്ന് പറയും, കിഴക്ക് താഴ്ന്ന ഭൂമി. ഗജവീധി എന്ന് പറയും, വടക്ക് താഴ്ന്ന ഭൂമി. അതുപോലെ ഗോവീധി, ഗജവീധി, ധാന്യവീധി എന്ന് പറയും, വടക്ക് കിഴക്ക് താഴ്ന്ന ഭൂമി. അപ്പോൾ എത്ര ഉണ്ടായി? ഇപ്പം 4, 3, 7 തരം ഭൂമിയെ പറ്റി ഞാൻ പറയും. ഇങ്ങനെയുള്ള ഭൂമികളൊക്കെ നല്ലത് നോക്കി നമുക്ക് സ്വീകരിക്കണം. ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കൂടുതൽ അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ഇപ്പം നമുക്ക് ഇത്തിരി ശ്ലോകങ്ങൾ ചെല്ലുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നണ്ട. ഇതിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ ഈ ആധുനിക സയൻസുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ, തിരുവേനി അത് പറഞ്ഞത് ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഏതായാലും ഇന്ന് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.